റിലീസുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വരാറുണ്ട്. നമ്മളത് ആഘോഷിക്കാറുണ്ട്. നമ്മളിപ്പോൾ കണ്ടതാണ് റീസെൻ്റ്ലി പുറത്തിറങ്ങുന്ന പല ലാലേട്ടൻ പടങ്ങളുടെയും ആഘോഷം. പക്ഷേ ഇത്രയും പടങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിലും ഒരു ഇന്ത്യൻ പടത്തിന് വേണ്ടി ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിലീസുകളിൽ ഒന്നാണ് ബാഹുബലി ദി എപ്പിക്. പലരും ചോദിക്കുമ്പോൾ ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പടം ഇറങ്ങണമെന്ന് പറയുമ്പോൾ തന്നെ അധികം ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എൻ്റെ സിനിമ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. സ്റ്റിൽ ഇപ്പോൾ അതിപ്പോൾ പലരും എന്നെ പോലെ ഉണ്ടാവും. നമ്മളപ്പോൾ അതിലൊരു സീൻ, ഒരു വാർ സീനോ ഏതെങ്കിലും ഒരു സീൻ കണ്ടാൽ അവിടെ സ്റ്റക്കായി പോകും. ഒരു സിനിമ മാജിക് തന്നെയായിരുന്നു. ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയെ തന്നെ റീറേറ്റ് ചെയ്ത സിനിമകളിൽ ഒന്നാണ് ബാഹുബലി. ഒരൊറ്റ പടം കാരണമാണ് ഒരു പാൻ വേൾഡ് റീച്ച് നമുക്ക് പിന്നീട് അങ്ങോട്ടൊരു വലിയ ബ്രേക്ക് ത്രൂ കഴിഞ്ഞ് കിട്ടിയത്. അതിന് മുമ്പൊക്കെ ഒരു ഇന്ത്യൻ പടം എന്ന് വെച്ച് ഇങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ അത് കഴിഞ്ഞ് കിട്ടിയ നമുക്കൊരു ഡിമാൻഡും കഴിഞ്ഞ റീച്ചും ഇന്ത്യൻ പടങ്ങൾ പുറത്തേക്ക് പോയി ചെയ്ത് കൂട്ടിയ സാധനങ്ങളൊക്കെ നമുക്കറിയാം. രാജമൗലിയുടെ തന്നെ പിന്നീട് ഇറങ്ങിയ RRRും ഒക്കെ എത്രത്തോളം പെർഫോം ചെയ്തു ചൈനയിലും അങ്ങനത്തെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ. ഈ ഒരൊറ്റ പടം കാരണമാണ് ഇന്ത്യൻ പടങ്ങൾക്ക് തന്നെ അത്ര വലിയ പടങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ ഇൻവെസ്റ്റ് ചെയ്ത് പടങ്ങൾ ഇറക്കാൻ പറ്റും എന്ന് ഒരു ഉറപ്പ് കൂടി തന്നൊരു പടമാണ് ബാഹുബലി. അങ്ങനത്തെ പടത്തിന് അങ്ങനെയുള്ള ഒരു ബാഹുബലിയുടെ ഇപ്പോൾ റിലീസ് വരുന്നുണ്ട്. ഒരു റിലീസല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എക്സ്ട്രാ കുറേ സ്പെഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവർ കരുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണെന്നുള്ളത്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ റിലീസ്. നമ്മൾ സാധാരണ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഇറക്കുന്ന ഒരു 10th anniversary ആയിട്ട് ഇറക്കുന്നൊരു സാധനമല്ല. ഇറ്റ്സ് എ സ്പെഷ്യൽ. ആർക്കും അല്ലെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കര സ്പെഷ്യലായിട്ടൊരു സാധനമാണ്. ഞാൻ പേഴ്സണലി വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റിലീസുകളിൽ ഒന്നാണ്. ഞാനിപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ഞാനിപ്പോൾ ഇത് ബാഹുബലി തിയേറ്ററിൽ കാണാത്ത ആളൊന്നുമല്ല. ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് ഫസ്റ്റും സെക്കൻഡും ഇറങ്ങിയ സമയത്ത്. പക്ഷേ സ്റ്റിൽ രണ്ടും കൂടി ഒരുമിച്ച് ഇറങ്ങുന്നുണ്ടെന്ന് പറയുമ്പോൾ ഐ എം കംപ്ലീറ്റ്ലി എക്സൈറ്റഡ്. എനിക്ക് ഈ സാധനം ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ബാഹുബലി 1 ഇറങ്ങിയ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ഞാനൊരു ഈ ഫിലിം ഹോളിക്കാണ്, അതാണ് ഇതാണ്, സിനിമാ പ്രാന്തനാണ്, ഒക്കെയാണ് ശരി. പക്ഷേ ആ ഒരു ടൈമിൽ ഐ തിങ്ക് 2015 ഈ ബാഹുബലി ഇറങ്ങുന്നത് എനിക്കറിയില്ല സത്യം. ഇങ്ങനൊരു പടം ഉണ്ടെന്ന്, ഇതിൻ്റെ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ടെന്നോ ഞാൻ സത്യമായിട്ട് ആ ഒരു പേര് പോലും കേട്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ രാജമൗലി ആരാന്ന് അറിയില്ല, പ്രഭാസ് ആരാന്ന് അറിയില്ല. ഇതൊന്നും അറിയാതെയാണ് ഞാൻ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ഈവൺ ആ ഒരു പടം ആ ഒരു വെള്ളിയാഴ്ച ഇറങ്ങിയിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയില്ല. സത്യം ഞാനിത് ടു ബി ഹോണസ്റ്റ് ഞാൻ സത്യമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ കേൾക്കുമ്പോൾ വെറുതെ തള്ളുകയാണ്, വെറുതെ തള്ളി മറയ്ക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ ടു ബി ഫ്രാങ്ക് എനിക്ക് അങ്ങനെ ഒരു പടം ഇറക്കുന്നുണ്ടെന്ന് അറിയേയില്ല. എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു, ഞാൻ രാത്രി പോയി. ഒരു സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. ഭയങ്കര ക്രൗഡ്. തെലുങ്ക് പടത്തിനാണ് ഇമാതിരി ക്രൗഡ്. നമ്മൾ കണ്ടിട്ടുള്ള അന്ന് അതുവരെ ഞാൻ കണ്ടിട്ടുള്ള തെലുങ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ അല്ലു അർജുനാണ് അതുവരെ. ഇതിന് മുമ്പൊക്കെയാണ് നമ്മൾ ബദ്രിനാഥും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കണ്ട് മടുത്ത് വെറുത്തിരിക്കുന്ന ടൈം എന്തോ ആണ്. സോ തെലുങ്ക് പടത്തിനാണ് കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ തന്നെ പോയി. ശരി, മലയാളം ഡബ്ബാണ്, തമിഴ് ഡബ്ബോ അങ്ങനെ എന്തോ തമിഴ് ഡബ്ബായിരുന്നു തോന്നുന്നു. വെറുതെ പോയി നോക്കിയതാണ്. സോ നോക്കുമ്പോൾ ഭയങ്കര ക്രൗഡ്. അപ്പോൾ തന്നെ ഇതെന്തത്, ശരി ഓക്കെ. ശരി, പടത്തിൻ്റെ പോസ്റ്റേഴ്സൊക്കെ നോക്കി എന്നൊരു കുട്ടീനെ പൊക്കി നിർത്തിയിട്ടോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്കത് കുട്ടിയായിട്ടൊന്നും, എനിക്ക് ഇരുട്ടത്താണ്, ഈ സെക്കൻഡ് ഷോ ആണ്, അവിടെ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഇത് ദിനോസറിൻ്റെ കൈ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു അലക്കുലത്ത് പടത്തിനാണ് വന്നതെന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റേ ഉണ്ടായിരുന്നില്ല. ഒന്നാമത് തെലുങ്ക് പടം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇവർ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്. പടം തുടങ്ങി, അതിൻ്റെ ഫസ്റ്റ് ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ട്, ബാഹുബലി എന്ന് പറഞ്ഞ് ഒരു ആനകൾ വലിച്ച് ആ ഒരു ടൈറ്റിൽ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നൊരു സാധനം. ഞെട്ടിന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേറെ കിട്ടിയിട്ടില്ല. ശരിക്കും ഞെട്ടി. ഞാൻ അപ്പം വായ തുറന്നിരിക്കണതാണ് ആ ഒരു പടത്തിൻ്റെ ആ ഒരു ടൈറ്റിൽ കണ്ടിട്ട്. അതുവരെ ഞാൻ പുച്ഛിച്ച് പടം തുടങ്ങിയിട്ട് എന്തിനാടാ വാടാ പോടാ വേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ പിന്നെ മിണ്ടിയിട്ടില്ല പടം കഴിയണ വരെ. ഇൻ്റർവെല്ലായിട്ടും ഇറ്റ്സ് വേറെ വേൾഡിലേക്ക് എത്തിയ പോലെ ക്ലൈമാക്സൊക്കെ കണ്ട സമയത്ത് ഒരു ഇന്ത്യൻ പടത്തിൽ നിന്ന് അത് ഒരു പ്രതീക്ഷയില്ലാതെ അങ്ങനെ ഒരു സാധനം എന്താണെന്ന് പോലെ അറിയാതെ പോയി കാണുമ്പോൾ കിട്ടുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത്. സെക്കൻഡ് വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇത്ര എപ്പിക്കുള്ളൊരു സാധനം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ലോർഡ് ഓഫ് ദി റിങ്സോ അല്ലെങ്കിൽ നമ്മൾ ഹാരി പോട്ടറോ അല്ലെങ്കിൽ ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒന്നും അറിയാതെ ആരും പറയാതെ ബ്ലാങ്ക് ആയിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു എക്സൈറ്റ്മെൻറ്റ് എന്തായിരിക്കും, അതേപോലുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു സാധനമായിരുന്നു എനിക്ക് ബാഹുബലിയിൽ നിന്ന് കിട്ടിയത്. കാരണം ഇറ്റ്സ് എൻ ഇന്ത്യൻ പടം, നമ്മുടെ പടം, നമ്മുടെ സ്വന്തം പടം. നമ്മുടെ രാജ്യത്ത് അങ്ങനൊരു പടം എന്ന് വരിക തന്നെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയമായിരുന്നു അന്നത്തെ കാലത്ത്. അത് കണ്ട് ഞെട്ടി. കുറേ അവിടെയൊക്കെ ആയിട്ട് കുറേ പോരായ്മകളും കുറേ VFX കുറച്ച് സാധനങ്ങൾ അവിടെയൊക്കെ ഉണ്ടെങ്കിലും ഇമ്മാരി ലെവലിൽ പീക്ക് ലെവലിൽ അന്ന് ചെയ്തു വെച്ചത് തന്നെ ഗംഭീരം. അന്ന് ആർക്കും അറിയില്ല. അത് ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ കൂടുള്ള ഒരുത്തം പറഞ്ഞ്
ഇത് ആക്ച്വലി ഇതിൻ്റെ കഥ നടക്കണമെന്ന് മനസ്സിലായി. ഇത് സെക്കൻഡ് പാർട്ടാണ്, 2 പാർട്ട് മൂവിയാണ്. ഇതിൻ്റെ ഒരു പോയിന്റ് എത്തി കഴിഞ്ഞിട്ടുള്ള ബാക്കി മൊത്തം പറഞ്ഞു തുടങ്ങണം ഫ്ലാഷ് ബാക്ക് വെച്ചിട്ട്. പക്ഷേ ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അനുഷ്കയുടെ വേറൊരു പടമുണ്ട്. അനുഷ്കയും അതിൽ നോക്കുമ്പോൾ അനുഷ്കയുണ്ട്, റാണാ ദഗ്ഗുപട്ടി ഉണ്ട്, ഐ തിങ്ക് അല്ലു അർജുനുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ രുദ്രമാദേവിയോ അങ്ങനെ ഇതൊരു പടം. സോ അത് കണ്ടാൽ ഇത് മനസ്സിലാവണം എന്നൊക്കെ വേറൊരുത്തരെ തള്ളു. അത് വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് വീട്ടിൽ പോയി അത് കണ്ടു നോക്കി, മണ്ണ് പടം, ശരി അതല്ല ഇത് എന്നൊക്കെ ഉറപ്പായി. പക്ഷേ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, അധികം ആൾക്കാർക്ക് അറിയില്ല ഇതെന്താണെന്ന് അറിയില്ല. ഇപ്പോൾ തെലുങ്ക് ഓഡിയൻസിനൊക്കെ ഒരു പക്ഷേ ഞാൻ പേഴ്സണലി ഒന്നും അറിയാതെ ഇത്രയും വലിയൊരു പടം ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഫോൾട്ടാണ്. പക്ഷേ ആ ഒരു ഫോൾട്ടിൽ ഞാൻ ഇപ്പോഴും ഒരു റിഗ്രറ്റും ഇല്ല എനിക്ക്. കാരണം ഞാൻ അറിഞ്ഞിട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും ട്രെയിലർ പോയിട്ട് ഒരു പോസ്റ്റർ പോലും ഞാൻ കണ്ടിട്ടില്ല പടത്തിൻ്റെ. എനിക്കറിയില്ല എങ്ങനെ ഞാൻ ഇത്ര വലിയ സാധനം മിസ് ചെയ്തു എന്നുള്ളത്. പക്ഷേ ആ എക്സ്പീരിയൻസ് ഇറ്റ്സ് എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമായിരുന്നു ബാഹുബലി 1. ദെൻ സെക്കൻഡ് വന്നപ്പോൾ ഹൈപ്പിൻ്റെ അങ്ങേ അറ്റത്തെ കൊടുമുടി. ആ സിനിമയ്ക്ക് ഒരുപാട് നെഗറ്റീവ്, ഒരുപാട് മിക്സ്ഡ് റെസ്പോൺസൊക്കെയാണ്. ഒരുപാട് ഓവറാക്കി, ശരിയാക്കിയില്ല, കുളമാക്കി, കുറേ കുട്ടികൾക്ക് പോലത്തെ ആക്കി, ഭയങ്കര ചൈൽഡ് ഫ്രണ്ട്ലി ആക്കി, ഒരുപാട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ഫസ്റ്റ് സിനിമ ഇഷ്ടപ്പെട്ട പോലെ അതേപോലെ തന്നെ എനിക്ക് സെക്കൻഡ് നോണും ഇഷ്ടമാണ്. എനിക്ക് രണ്ടും ഒരേപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട്. ഇതുപോലെ ആയിരിക്കില്ല എല്ലാവർക്കും. അങ്ങനൊരു സാധനം തന്നെയാണ് റീ റിലീസ് ഇപ്പോൾ വരാൻ പോകുന്നത്. ആൻഡ് ഈ സിനിമ ഞാൻ ഈ പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൂസ്റ്റ് ഉണ്ട്, ഒരു ബൂസ്റ്റപ്പ് ഉണ്ട്. ഇതേപോലത്തെ ഈവൻ ബാഹുബലിയെ മിമിക്ക് ചെയ്തിട്ട് 2025 ഇപ്പോഴും അതേപോലത്തെ സിനിമകൾ വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അങ്ങനത്തെ സിനിമ വരാൻ കാരണം തന്നെ പ്രൊഡ്യൂസർമാർക്ക് ഒരു ധൈര്യം കിട്ടാൻ തന്നെ രാജമൗലിയാണ്. രാജമൗലിയും അവിടെ ഐ തിങ്ക് ആർക്ക ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. ദെൻ കീറോണയുടെ മ്യൂസിക്കും എല്ലാം വെച്ച് ഇന്ത്യൻ സിനിമയെ വേറൊരു തലത്തിലേക്ക് ഔട്ട് ഓഫ് ദി വേൾഡിൽ കൊണ്ടുപോയൊരു സാധനം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കൊറിയയിൽ നിന്ന് മറ്റേ ഓസ്കാർ കിട്ടിയ പാരസൈറ്റ് ആള് ഓസ്കാർ വേദിയിൽ വന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, സബ് ടൈറ്റിൽ എന്ന് വായിക്കാൻ തുടങ്ങുന്നത്. അന്ന് മുതൽ നിങ്ങൾ ഇതുവരെ കാണാൻ പറ്റാത്ത പുതിയൊരു ലോകത്തിലേക്ക് നിങ്ങൾക്ക് എത്തും എന്ന് പറഞ്ഞ് ആ ഒരു അണ്ടർ റേറ്റഡ് ആയി കിടക്കുന്ന കൊറിയൻ ഇൻഡസ്ട്രിക്ക് ഒരു ബൂസ്റ്റ് കിട്ടിയതായിരുന്നു ആ ഒരു ഓസ്കാർ. അതേപോലെ ഈ ഒരു ഒറ്റ പടം, ഒരു സിനിമ, നമുക്ക് വേറെ അവാർഡോ കാര്യങ്ങളൊന്നും വേണ്ട, സിനിമ സംസാരിക്കും, സിനിമ എത്തിക്കുമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഓഫ് ബാഹുബലി നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടി തന്ന അല്ലെങ്കിൽ ചെയ്തു തന്ന ഒരു ബൂസ്റ്റപ്പ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. അത്ര ഗംഭീരമാണ് ഈ സാധനം. 10 വർഷമായപ്പോഴാണ് 2025 ഇപ്പോൾ ഈ കൊല്ലം നമുക്കിതിൻ്റെ റീ റിലീസ് വരുന്നത്. രാജമൗലി പറഞ്ഞതനുസരിച്ച് ഇറ്റ്സ് നോട്ട് എ റീ റിലീസ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്, ഒരു ട്രിബ്യൂട്ട് പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സിനിമ ഒരു ഫുൾ ലെങ്ത് പടമല്ല, 2 പടം കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ചുള്ളൊരു പരിപാടിയല്ല, രണ്ടും കൂടി ഒരുമിച്ച് ഒരൊറ്റ പാർട്ടായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് എപ്പിക്ക് തന്നെ പേരിട്ടിട്ടുള്ളത്. ഇനീഷ്യൽ ഇൻറ്റൻഷൻ രാജമൗലിയുടെ ഇങ്ങനെ തന്നെയായിരുന്നു. രാജമൗലിയുടെയും റൈറ്റർ അച്ഛൻ്റെയൊക്കെ തന്നെ ഇൻറ്റൻഷൻ ഇതായിരുന്നു, ഒറ്റ പടമായിട്ട് ഇറക്കണം തന്നെയായിരുന്നു. പക്ഷേ അതിന് റൺ ടൈം കുറച്ച് കൺസ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് പടം ഭയങ്കര വലുതായി പോയത് കൊണ്ടാണ് 2 പാർട്ട് മൂവിയാക്കി മാറ്റിയത്. ഈവൻ ആ ഒരു ഡിസിഷൻ പോലും ഇന്ത്യൻ സിനിമ ഒരുപാട് അങ്ങോട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്കും മോശം രീതിക്കും. ബാഹുബലി വന്നതിന് ശേഷം ഒരുപാട് നല്ല 2 പാർട്ട് മൂവീസ് നമ്മൾ കണ്ടു, KGF ഉൾപ്പെടെ ഒരുപാട് നല്ല പടങ്ങൾ. എന്നാൽ ഒരുപാടെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എണ്ണത്തിലുള്ള കുറേ കൂറപ്പടങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഈവൻ സെക്കൻഡ് പാർട്ട് ഇല്ല പല പടങ്ങൾക്കും, വെറുതെ പേര് മാത്രമുണ്ട് ഫസ്റ്റ് പാർട്ട് എന്ന്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് വരും, സെക്കൻഡ് പാർട്ട് ലോഡിംഗ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ആ ഒരു കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളും ബാഹുബലി ചെയ്തിട്ടുണ്ട്. സോ പക്ഷേ ഈ സിനിമയ്ക്ക് അത് ആവശ്യമുണ്ടായിരുന്നു, അത് അനിവാര്യമായിരുന്നു, 2 പാർട്ടാക്കി തന്നെ മാറ്റണം. കാരണം ഫസ്റ്റ് പടം തന്നെ ഒരു 3 മണിക്കൂറുണ്ട്, രണ്ടാമത്തെ പടം ഒരു 3 മണിക്കൂറിനടുത്ത് റൺ ടൈം ഉണ്ട്, രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 4, 5, 6 മണിക്കൂർ വരും. സോ അത്ര വലിയൊരു സാധനം ഒറ്റയടിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടാക്കിയത്. ആൻഡ് ദാറ്റ് വാസ് എ വൈസസ്റ്റ് ഡിസിഷൻ. അതിൽ തന്നെ ഫസ്റ്റ് പാർട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കുറേ സാധനങ്ങൾ സെക്കൻഡ് പാർട്ടിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ വൈകുന്നു, ഐ തിങ്ക് 1 കൊല്ലമാണ് അവർ പറഞ്ഞത്. ഐ തിങ്ക് എൻ്റെ ഓർമ്മയിൽ 2 കൊല്ലത്തിനുള്ളിൽ തന്നെ അവർക്ക് സെക്കൻഡ് പാർട്ട് ഇറക്കാൻ പറ്റിയിരുന്നു, 2015-ലും 2017-ലായിട്ട്. ഇപ്പോൾ ഇനീഷ്യൽ ഇൻറ്റൻഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ എപ്പിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാർട്ടായിട്ടാണ്. ഇതിൽ തന്നെ ഒരു ഫുൾ ലെങ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ 5 മണിക്കൂർ 6 മണിക്കൂർ നല്ല അതിൻ്റെ റൺ ടൈം, ഐ തിങ്ക് 3 മണിക്കൂർ 40 മിനിറ്റോ അങ്ങനെ എന്തുവാണ്. സോ ഇതിനെ കട്ട് ചെയ്ത് കുറേ കൺസ് ചെയ്തിട്ടുണ്ട്, കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, ഐ തിങ്ക് കുറേ പാട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു മേജർ സീൻ, സിനിമയെ അഫക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ സിനിമയിൽ അതിൻ്റെ നറേഷനിലെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കുറേ സീക്വൻസുകളൊക്കെ ഒരുപക്ഷെ കട്ട് ചെയ്തിട്ടുണ്ടാകും. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സിനിമ കണ്ടാൽ തന്നെ അറിയുള്ളൂ. ദെൻ അഡീഷണൽ ആയിട്ട് കുറച്ച് സീക്വൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇവർ എഡിറ്റ് വന്നപ്പോൾ കട്ട് ചെയ്ത് പോയ കുറച്ച് സീക്വൻസുകളൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ചില ഈസ്റ്റർ എഗ്സും അല്ലെങ്കിൽ ചില
ഇപ്പോൾ എൻ പോർഷനിൽ ഇത് ചെയ്തു വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. തേർഡ് പാർട്ടൊന്നും ആയിരിക്കില്ല അതിനെ പറ്റിയിട്ടുള്ള ഒന്നല്ല, എങ്കിലും എൻ ക്രെഡിറ്റും അങ്ങനത്തൊക്കെ മിക്സ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള സാധനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഒരുപാട് പേർക്ക് അറിയാത്തൊരു സാധനമാണ്, ഞാൻ ഇതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് പണ്ട് ഒരു 1-2 കൊല്ലം മുമ്പ് ഒരു റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാഹുബലി എന്നുള്ളത് ഒരു വലിയ ഫ്രാഞ്ചൈസാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ 2 മൂവി, അല്ലെങ്കിൽ ഒരു 1-2 ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് മാത്രമല്ല ബാഹുബലി. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ അതിനെ ബേസ് ചെയ്ത് കുറേ ബുക്കുകളുണ്ട്. നമ്മുടെ ആനന്ദ് നീലകണ്ഠൻ എന്ന റൈറ്റർ ഉണ്ട്, നമ്മുടെ അസുര, ദെൻ അങ്ങനത്തെ കുറേ നല്ല ബുക്സുകൾ എഴുതിയിട്ടുള്ള, നമ്മുടെ മഹാഭാരതം ദുര്യോധൻ്റെ പെർസ്പെക്റ്റീവിൽ എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ കൗരവരുടെ പെർസ്പെക്റ്റീവിൽ എഴുതിയിട്ടുള്ള മഹാഭാരതമൊക്കെ എഴുതിയിട്ടുള്ള ആനന്ദ് നീലകണ്ഠൻ ആളും രാജമൗലിയും കൂടി ടൈപ്പ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു 3 പാർട്ട് നോവൽ സീരീസ് ഉണ്ട്. റൈസ് ഓഫ് ശിവഗാമി എന്നൊക്കെ പറഞ്ഞ് ഒരു 3 പാർട്ട് നോവലുണ്ട്. ഗംഭീര സാധനമാണ്, അതൊന്നും വായിച്ചു നോക്കുക, അടിപൊളിയാണ്. അതിൽ അതായത് ഈ യൂണിവേഴ്സിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ശിവഗാമി എന്ന ഒരു ക്യാരക്ടറിൻ്റെ പ്രീക്വലായിട്ട്, അല്ലെങ്കിൽ ബാഹുബലിയുടെ തന്നെ പ്രീക്വലായിട്ട് സർവ് ചെയ്യുന്ന സാധനങ്ങളാണ്. ദെൻ ബാഹുബലിയുടെ തന്നെ നമ്മൾ കാണുന്ന സിനിമകളുടെ ഇടയിൽ നടക്കുന്ന പോർഷൻസ്, അതായത് ഇപ്പോൾ ബാഹുബലിയും നമ്മുടെ പൽവാൾ ദേവൻ, നമ്മുടെ റാണ ദഗ്ബട്ടയുടെയും പ്രഭാസിൻ്റെ ക്യാരക്ടർ അവർ തമ്മിലുള്ള ബോണ്ടും അവർ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ, അവരുടെ രാജഭരണം ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെ ചെറിയ പോർഷൻ മാത്രമേ സിനിമയിൽ കണ്ടിട്ടുള്ളൂ. അതായത് ഇവർ രണ്ടുപേരും കൂടി ആ ഒരു സ്പൈനെ അന്വേഷിച്ച് പോകുന്നൊരു പരിപാടി. ഇതല്ലാതെ രണ്ടുപേരും കൂടി റൂൾ ചെയ്യുന്ന സമയത്തുള്ള കുറേ സാധനങ്ങൾ ബേസ് ചെയ്തു ഒരു ആനിമേറ്റഡ് സീരീസ് തന്നെ ആമസോൺ പ്രൈം വീഡിയോയിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 4-5 സീസൺ ഉണ്ട് അതിന്. അതും അടിപൊളി സാധനമാണ്. നമുക്ക് ഈ ബാഹുബലി വേൾഡിലേക്ക് ഇൻഡെപ്തായിട്ട് കയറാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ദെൻ ഇതല്ലാണ്ട് ആ ബാഹുബലിനെ ബേസ് ചെയ്തിട്ടുള്ള കോമിക്സ് ഉണ്ട്, ആനിമേഷൻസ് ഉണ്ട്. ഇത്തരത്തിലൊരു വലിയ വൈഡ് സ്പ്രെഡ് ഫ്രാഞ്ചൈസ് തന്നെയാണ് ഞാനീ പറഞ്ഞ ബുക്ക്. അതായത് പ്രീക്വലായിട്ട് സർവ് ചെയ്യുന്ന ആനന്ദ് നീലകണ്ഠൻ്റെ ബുക്കിനെ ബേസ് ചെയ്ത് ഒരു സീരീസ് തന്നെ, നെറ്റ്ഫ്ലിക്സ് സീരീസ് തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയെന്നാണ് കേട്ടത്. ഐ തിങ്ക് വാമിക ഗാബിയൊക്കെയാണ് ഇനീഷ്യലി കാസ്റ്റ് ചെയ്തത്, പിന്നെ നയൻതാര എന്ന് കേട്ടു, അങ്ങനത്തെ എന്തൊക്കെയോ കേട്ടിരുന്നു. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു, ഒരുപാട് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് കാരണം അത് ഡ്രോപ്പ് ചെയ്തെന്ന് കേട്ടിരുന്നു. പക്ഷെ അത് പിന്നെ വരുന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറ്റി അറിയില്ല. ഇത്തരത്തിൽ ഒരു വലിയ ഫ്രാഞ്ചൈസാണ്. ഈ 2 പടങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഫ്രാഞ്ചൈസ് ഇഷ്ടമാണെങ്കിൽ, ഈ ഒരു യൂണിവേഴ്സ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സാധനം ഈ പറയുന്ന റിലീസ് ചെയ്യുന്ന ഈ ഒരു എപ്പിക് എന്ന് പറഞ്ഞൊരു പടം നോർമൽ ഫോർമാറ്റിൽ മാത്രമല്ല, നോർമൽ തിയേറ്ററിനോടൊപ്പം തന്നെ IMAX ഫോർമാറ്റിലും എപ്പിക് ഫോർമാറ്റിലും 4DX ഫോർമാറ്റിലും ഒക്കെ തന്നെ ഇത് ഇറങ്ങുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഇന്ത്യൻ സിനിമകൾ നമ്മൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിയേറ്ററിക്കലി റൺ ടൈം ഇറങ്ങുന്ന സിനിമ പക്ഷേ ഇതായിരിക്കും. പുഷ്പ 2 ഒക്കെ ഐ തിങ്ക് 3 മണിക്കൂർ 20 മിനിറ്റോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതിനെയും ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീലോഡഡ് വെർഷനോ അങ്ങനെ എന്തോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുഷ്പയുടെ നെറ്റ്ഫ്ലിക്സിൽ. അത് 3 മണിക്കൂർ 50 മിനിറ്റോ അങ്ങനെ എന്തോ ഉണ്ടോ, അതിനേക്കാൾ റൺ ടൈം കുറവാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ തിയേറ്ററിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സിനിമ ഒരു പക്ഷേ ഇതായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ച് ഈ പറഞ്ഞ പോലെ ഒരു 4-5 മണിക്കൂർ വരുന്നൊക്കെയാണ്. കാരണം രാവിലെ കയറിയാൽ വൈകുന്നേരം ഇറങ്ങാം, ചോറ് മാത്രമൊക്കെ എടുത്ത് പൊതിഞ്ഞ് പടത്തിന് കയറേണ്ടി വരും. വീട്ടുകാർക്കൊക്കെ ടാറ്റ പറഞ്ഞ്, കാരണം രാവിലെ ഇറങ്ങിയാൽ രാത്രി വരുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു 3 മണിക്കൂർ 3.25 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നോർമലി വരുന്ന സിനിമകൾ അതേ റൺ ടൈം ഏകദേശം പോലെ തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടൈമൊക്കെ ഇവർ കുറയ്ക്കുന്നുണ്ടാവും. ഒരു 4 ഷോ എന്ന് പകരം ഒരു 3 ഷോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. 31-ാം തീയതിയാണ്, ഈ ഒക്ടോബർ 31-ാം തീയതിയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞ എല്ലാ ഫോർമാറ്റുകളിലും ഉണ്ട്. സോ ബാഹുബലി എപ്പിക് എന്ന ഈ ഒരു പടം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പണ്ട് കണ്ട പടം തന്നെയല്ല, ഇതിപ്പോൾ വീട്ടിലിരുന്ന് TV കണ്ടാൽ പോരെ എന്ന് വിചാരിക്കരുത്. ഈ പറഞ്ഞ പോലെ സ്പെഷ്യലായിട്ടുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ആഡ് ഓൺ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ആൻഡ് ഒറിജിനൽ ഡയറക്ടറുടെ ഇൻറ്റൻഷൻ എന്ന് പറയില്ല, നമ്മളിപ്പോൾ ഈ പല ഹോളിവുഡ് സിനിമകൾക്കും ഈ ഡയറക്ടേഴ്സ് കട്ടുണ്ട്. ഇപ്പോൾ സ്നൈഡർ കട്ടെന്നോ അല്ലെങ്കിൽ ഡേവിഡ് അയർ കട്ടെന്നൊക്കെ പറഞ്ഞ കുറേ ഡയറക്ടേഴ്സ് കട്ടുണ്ട്. ഈ ഡയറക്ടേഴ്സ് കട്ട് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഇൻറ്റൻഷനലി ഉദ്ദേശിച്ച സാധനം എന്താണോ, ഇപ്പോൾ സ്റ്റുഡിയോ കട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാവും. ഈ ഇങ്ങരുടെ കയ്യിലുള്ള സോഴ്സ് ഫോർമാറ്റ് അതെന്താണോ അതായിരിക്കും റിലീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു വലിയ എക്സാമ്പിളാണ് ജസ്റ്റിസ് ലീഗിൻ്റെ സ്നൈഡർ കട്ട്. ഇപ്പോൾ ജസ്റ്റിസ് ലീഗിൻ്റെ ഫസ്റ്റ് പടം വൻ കൂറ സാധനമായിരുന്നു. അതൊരു 2 മണിക്കൂർ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നൊരു സംഭവം പടം. പക്ഷെ അതിൻ്റെ സ്നൈഡർ കട്ട് ഉണ്ടായിരുന്നു. അത് HBO മാക്സിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂർ അടുത്ത റൺ ടൈമുള്ള സ്നൈഡർ ഇനീഷ്യലി ഇൻറ്റൻറ്റ് ചെയ്ത അങ്ങനെ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു പടം. അതേപോലെ നമ്മുടെ സ്വന്തം ഡയറക്ടർ ഉദ്ദേശിച്ച രീതിയിലുള്ള അങ്ങനെ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് 2 പടമെങ്കിലും ഈ ഒറ്റ പടമായിട്ട് മൂപ്പർ എങ്ങനെയാണ് നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ രീതിക്കാണ് ഈ ഒരു എപ്പിക് എന്ന് പറഞ്ഞ പടം ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. സോ ഡയറക്ടറുടെ ഇനീഷ്യൽ ഇൻറ്റൻഷനായ ഒറിജിനലായിട്ടുള്ള ബാഹുബലി എന്താണെന്നുള്ളത് നമുക്ക് ആ ഒരു എപ്പിക് എന്ന പടത്തിൽ കാണാം. ഞാൻ ഈ സിനിമ ഒന്നില്ലെങ്കിൽ എപ്പിക് സ്ക്രീനിലോ അല്ലെങ്കിൽ IMAX സ്ക്രീനിലൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഏത് സ്ക്രീനിലായിരിക്കും കാണാൻ ആഗ്രഹിക്കുന്നത്? പോരാത്തതിന് ഈ പറഞ്ഞ പോലെ ബാഹുബലി എന്ന് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും.
എനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് ബാഹുബലി എന്ന ഒരു ഫസ്റ്റ് മൂവി. ഇതേപോലെ തന്നെ ബാഹുബലി എന്ന സിനിമ നിങ്ങൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടതെന്നും ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് തിയേറ്ററിൽ നിന്നാണ് നിങ്ങളത് അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. പടം ഇറങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് കാണാം. ഐ തിങ്ക് ബാഹുബലിയുടെ റിവ്യൂ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്നത്തെ കാലത്ത് നമ്മുടെ ചാനലൊന്നുമില്ല. 2018 എന്താണ് തുടങ്ങിയത്. ഒരു ബാഹുബലിയുടെ ഒരു റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. സോ മറ്റൊരു വീണ്ടും കാണാം. നന്ദി.